TPIM-നെ വിട്ടിലാക്കിയ ഫോൺ സംഭാഷണത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് ഇന്ന് നേതൃത്വം നോട്ടീസ് കൊടുക്കും. ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളിൽ 3 ദിവസങ്ങൾക്കകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. തൃശൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. 5 കൊല്ലത്തിന് മുമ്പുള്ള ശബ്ദ സന്ദേശമാണെങ്കിലും അത് പാർട്ടിയെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ SKN ഗുഡ് മോർണിംഗ്. വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ശബ്ദ സന്ദേശമാണ് നാളുകൾക്ക് ശേഷം പുറത്തു വന്നത്. അങ്ങനെ CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വ്യാപ്തി അത്രമേൽ വലുതാണ്. അത് CPM-ന്റെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. നിലവിൽ DYFI-യുടെ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്നുള്ളതും ഇതിന്റെ സ്വഭാവം ആകെ മാറ്റുന്നുണ്ട്. ഇന്നലെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി വളരെ വ്യക്തമാക്കിയിരുന്നു, ശരത് പ്രസാദിനോട് വിശദീകരണം തേടും, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ശരത് പ്രസാദിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദീകരണം വാങ്ങും. അതിനുശേഷം ശരത് പ്രസാദിനെതിരെ ഒരുപക്ഷെ ഒരു പരസ്യ താക്കീതടക്കമുള്ള നടപടിയിലേക്ക് CPIM പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ചേരിപ്പോരിന്റെ ഭാഗമായി പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പാണ് എന്നൊക്കെ പ്രതിരോധിക്കാൻ ശരത് പ്രസാദ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിരോധം കൊണ്ട് ഈ വോയിസ് ക്ലിപ്പിന്റെ കണ്ടന്റ് അതിനെ മറികടക്കാനാകില്ല. അത് അത്രമേൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വളരെ ശക്തമായ ഒരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. അനിലക്കര അടക്കമുള്ള ആളുകൾ ഇവരുടെ സാമ്പത്തിക സ്രോതസ് MK കണ്ണൻ, AC മൊയ്തീൻ തുടങ്ങിയ നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് CPM ഒരല്പം പ്രതിരോധത്തിലാണ്. ആ പശ്ചാത്തലത്തിൽ DYFI നേതാവിനോട് വിശദീകരണം തേടി അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോയി ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാം എന്നുള്ള ശ്രമത്തിലാണ് CPM ജില്ലാ നേതൃത്വം ഉള്ളത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.